ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മാത്രം വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ പഠിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി ദോഷം വിചാരിക്കുന്നവർക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മൾ പഠിപ്പിച്ചു. ആമേൻ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി കർത്താവ് നമ്മൾ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശുവിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അത് അളവില്ലാത്തതാണ്. ആമേൻ. യേശുവിന്റെ സ്നേഹം അത് അളവില്ലാത്ത സ്നേഹമാണ്. അത് ആർക്കും ഒതുക്കി വെക്കാൻ സാധ്യമല്ല. ആമേൻ. ആർക്കും ആ സ്നേഹത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, തടസ്സപ്പെടുത്താനോ സാധ്യമല്ല. കർത്താവ് പറയുന്നുണ്ട് ഹല്ലേലൂയ, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതമാണ്. ദേശത്ത് മഴ പെയ്യാതിരിക്കുന്നതും മഴ പെയ്യണമെന്ന് നിശ്ചയിക്കുന്നതും എല്ലാം കർത്താവാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിലാണ് നീ നടക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഹല്ലേലൂയ, ദൈവജനത്തിന് ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. ദേശത്തുണ്ടാകുന്ന നന്മകൾ, ദേശത്തുളവാകേണ്ട നന്മകളെ തടസ്സപ്പെടുത്തുന്ന പൈശാചികമായ ശക്തികളെ ഹല്ലേലൂയ, ആമേൻ, കർത്താവ് തന്നെ കർത്താവിന്റെ ദൂതന്മാരെ അയച്ച് ഹല്ലേലൂയ ദൈവജനത്തെ വിടുവിക്കും. അതുകൊണ്ട് വചനം പറയുന്നത് ഹല്ലേലൂയ, യഹോവയായ കർത്താവ് തന്റെ വചനത്തെ അയച്ച് തന്റെ ജനത്തെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിലെ ദൂതന്മാര് ദൈവത്തിന്റെ ജനത്തിന്റെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ. ശത്രു നിന്നെ തകർക്കുമെന്ന് പറയുമ്പോൾ, ശത്രു നിനക്കെതിരായി വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ വാദങ്ങൾ ഉന്നയിക്കുമ്പോ ആ ശത്രുമുഖത്ത് തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ ഇറങ്ങി വരുന്നത് ഒരു ദൈവപൈതലിനെ കാണുവാൻ ദൈവയുടെയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മഴ പെയ്തു, വെള്ളം പൊങ്ങി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വെള്ളപ്പൊക്കമായി തീരോ, എന്റെ വീട് മുങ്ങിപ്പോവോ, എന്റെ കൃഷി നശിച്ചു പോവോ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അനേക വാഹനങ്ങളിൽ വെള്ളം കയറി വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ടാക്സിയൊക്കെ ഓടി ഹല്ലേലൂയ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ദേശത്തുള്ളവരെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ, ആമേൻ. നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ ഇല്ലായ്മ ഉള്ളവനെ ഹല്ലേലൂയ അന്വേഷിക്കാനുള്ള മനോഭാവം അത് ക്രിസ്തുവിലുള്ളതാണ്. ഹല്ലേലൂയ. ദേശത്തൊരു കുറവുണ്ടെങ്കിൽ അത് അന്വേഷിക്കുവാനുള്ള മനോഭാവം എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന്റെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള ഭാവമാണ്. ഹല്ലേലൂയ, 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 ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. നമുക്കറിയാം 8-ാം മാസത്തിന്റെ അകത്ത് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ കഴിഞ്ഞ 7-ാം മാസത്തിന്റെ കർത്താവ് പറഞ്ഞു വിശ്രമത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. എന്നാൽ പലരും നോക്കുമെന്നറിയോ, പലരും പല സ്ട്രഗിളിൽ കൂടി പോവുക. കടബാധിത, ഞെരുക്കം, രോഗം, പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ഇതിലിങ്ങനെ ഞെരുങ്ങുന്ന ഒരു മാസമാണെങ്കിലും ഹല്ലേലൂയ അതിനെന്തോ ഒരു ദൈർഘ്യമുള്ളതുപോലെ ചിലർക്ക് അനുഭവപ്പെട്ട സമയങ്ങളുണ്ട് 7-ാം മാസത്തിൽ. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം എന്താ കഴിയാത്തത്, ഇന്നത്തെ കഷ്ടം എന്താ തീരാത്തത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വയം ടെൻഷൻ അടിച്ച സമയങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് വിശ്രമം തന്നെ ആയിരുന്നു. നിന്റെ ചെറിയ ബുദ്ധിയിൽ നിന്റെ ജഡത്തിലാണ് തോന്നുന്നത് ഹല്ലേലൂയ ഞാൻ പ്രശ്നത്തിലാണ്, ഞാൻ ഞെരുക്കത്തിലാണ്, ഞാൻ കഷ്ടത്തിലാണ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കൂട്ടായ്മ പാലിച്ച ദൈവ പൈതലിന് കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു മാസമായിരുന്നു 7-ാം മാസം. ഹല്ലേലൂയ. എത്രയൊക്കെ പുറമെ ഞെരുക്കമുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ യേശുവിൽ നിന്ന് പ്രാപിക്കുവാനും യേശുവിനോട് ചേർന്നിരുന്ന് വിശ്രമം പ്രാപിക്കുവാനുള്ള ഒരു മാസം കൂടിയായിരുന്നു 7-ാം മാസം. എത്ര പേർക്ക് അത് അനുഭവം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് വിശ്രമം കൊടുത്തിരുന്ന മാസത്തിന്റെ അകത്ത്
പ്രാർത്ഥനയിൽ മുൻഗണന കൊടുത്തുകൊണ്ട്, ഞെരുക്കത്തിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം വായിക്കുവാനാണെങ്കിലും വചനങ്ങളെ കേൾക്കുവാനാണെങ്കിലും കൂട്ടായ്മ പാലിക്കുവാനാണെങ്കിലും ഹല്ലേലൂയ കർത്താവിനോട് ചേർന്നിരുന്ന സമയത്തൊക്കെയും നിന്റെ ആത്മാവിൽ ദൈവം വിശ്രമം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജഡത്തിൽ നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ് അല്ലെ, ജഡത്തിനെ കുറിച്ച് അല്ലെ, ആത്മാവിന്റെ ജഡത്തെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം അങ്ങനെയാ, രണ്ടും അല്ലെ ഓപ്പോസിറ്റാ. ഹല്ലേലൂയ ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം. അപ്പൊ യേശുവിനോട് ചേർന്ന് നടക്കുന്നവന് ഈ 8-ാം മാസത്തിൽ 1-ാം തീയതി കർത്താവ് തന്ന വചനം ഹല്ലേലൂയ നീ അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഞാൻ അങ്ങിൽ വിശ്രമം പ്രാപിച്ചെങ്കിൽ ഹല്ലേലൂയ എന്റെ ആത്മാവിൽ ഞാൻ അത് അനുഭവിച്ചെങ്കിൽ ഈ 8-ാം മാസത്തിന്റെ അകത്ത് കർത്താവേ ഞാൻ അങ്ങയുടെ കരം പ്രവർത്തിക്കുന്നത് കാണും. ആമേൻ. ഉറപ്പിച്ചോ ഹൃദയത്തിൽ. ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം. കർത്താവ് ആത്മാവിന്റെ ആലോചന കേട്ട് നൽകിയിരിക്കുന്ന വചനം ഹല്ലേലൂയ യെശയ്യാ പ്രവചനം 43:19 വായിക്കണം. ഹല്ലേലൂയ. നന്ദി പറഞ്ഞാലേ കർത്താവേ, നന്ദി പറഞ്ഞു കർത്താവേ, കർത്താവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അവിടെ തരുന്ന ഓരോ വചനവും ഞങ്ങൾക്ക് വിലയേറിയതാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ബലപ്പെട്ട മുത്താണ് കർത്താവേ. ഹല്ലേലൂയ അത് ഞങ്ങൾ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ കർത്താവേ ഹല്ലേലൂയ അതിനെ ഉറപ്പിക്കുവാണ് കർത്താവേ. ഹല്ലേലൂയ 8-ാം മാസത്തിന്റെ അകത്ത് 1-ാം തീയതിയിൽ കർത്താവേ ഞങ്ങൾക്കായി അത് ഒരുക്കിയ കൃപയെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുവാണ് കർത്താവേ. ഹല്ലേലൂയ തുടക്കം നന്നായിരിക്കുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അയച്ചിരിക്കുന്ന ഓരോ വചനത്തിനുമായിട്ട് കർത്താവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വചനഭാഗം വായിച്ചേക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 43:19 വാക്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലേ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടി വായിച്ചു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. കേട്ടോ, അത് ഇപ്പോൾ ഈ 8-ാം മാസത്തിന്റെ അകത്ത് 1-ാം തീയതിയിൽ ഒരു നദി ഉത്ഭവിക്കുവാണ്. ഹല്ലേലൂയ ആമേൻ. പുതിയ തുടക്കത്തിന്റെ നദി. ഹല്ലേലൂയ പുതിയ വാതിലുകളെ തുറക്കുന്ന ഒരു നദി. ഹല്ലേലൂയ ഈ പ്രളയം വരുമ്പോ ഹല്ലേലൂയ ചില വീടുകളുടെ വാതിലുകളൊക്കെ ഹല്ലേലൂയ അല്ലെ ശക്തമായി വെള്ളത്തിന്റെ ഒഴുക്ക് മൂലം ഹല്ലേലൂയ ആമേൻ വാതിലുകൾ എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും ആ വെള്ളത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ആ വാതിലുകളുടെ ഓടാമ്പലുകളൊക്കെ തകർത്ത് ഹല്ലേലൂയ ആ വെള്ളം ശക്തിയോടെ അകത്ത് കടക്കും. ഹല്ലേലൂയ ആമേൻ. അതുപോലെ പിശാചിന്റെ ജീവിതത്തിൽ എത്ര വാതിൽ കൊട്ടിയടക്കാൻ ശ്രമിച്ചാലും കർത്താവിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക്, നദിയുടെ ഒഴുക്ക് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഒഴുക്കുന്ന സമയത്ത് അടഞ്ഞ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ. ഉറപ്പിച്ചോ കരങ്ങൾ ചേർത്ത് ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകളെ ഹല്ലേലൂയ ഈ കഴിഞ്ഞ മാസങ്ങളോളം 7 മാസക്കാലം ഹല്ലേലൂയ എത്ര നാള് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിനെ വിളിച്ച് മുട്ടുമേ പ്രാർത്ഥിച്ചോ ഹല്ലേലൂയ നടക്കാതെ പോയ ചില വിഷയങ്ങളെ ഹല്ലേലൂയ ദൈവഹിതപ്രകാരം ഹല്ലേലൂയ കർത്താവ് ചില വാതിലുകളെ തുറക്കുന്നതായിരിക്കും. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. വാദമെന്ന് പറ. ഹല്ലേലൂയ അടഞ്ഞുപോയ വാതിലുകളെ കർത്താവ് അവന്റെ ഹിതത്താൽ തുറക്കും. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. വാക്യം വായിച്ചു. 19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയത്. കഴിഞ്ഞ നാളിൽ നമ്മൾ കേട്ടു പുതിയത്. കർത്താവ് ചെയ്യുന്നതൊക്കെ പുതിയതാകണോ? അതുകൊണ്ട് പഴയതുണ്ടെങ്കിൽ കിട്ടിയാൽ മതി എന്നല്ല ആഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ 8-ാം മാസത്തിന്റെ അകത്ത് നീ പുതിയത് ആഗ്രഹിച്ചോ? ആമേൻ. പുതിയ കാര്യങ്ങള്, പുതിയ കൃപ, പുതിയ അഭിഷേകം, ഹല്ലേലൂയ പുതിയ തുടക്കങ്ങൾ, ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ലൈക്ക് ബ്രാൻഡ് ന്യൂ ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ പുതിയത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പൊ ആരാ ചെയ്യുന്നത്? ദൈവമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുമ്പോ അതിനൊരു ക്വാളിറ്റി കാണും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞാൽ വെള്ളം കോരി നിറച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്വാളിറ്റി ആവണമെങ്കിൽ അത് കർത്താവാണ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു ക്വാളിറ്റി വരും. ഹല്ലേലൂയ, ആമേൻ. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അകത്ത് പുതിയ ക്വാളിറ്റി ദൈവം പകരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ നാളുകളിലെ പോരാ അല്ല, തകർന്നടിഞ്ഞ് കിടക്കുവാനല്ല, മടുത്തു പോകുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പുതിയ അഭിഷേകത്താൽ, പുതിയ കൃപയാൽ, ഹല്ലേലൂയ, ഒരു ക്വാളിറ്റി ദൈവത്തിനാത്മാവിന്റെ മേൽ പകരുവാണ്. ഹല്ലേലൂയ, ആമേൻ. പുതിയ ഒന്ന് കർത്താവ് ചെയ്യുവാണ്. എന്നിട്ടെന്താ? അത് ഇപ്പോൾ അത് ഇപ്പോ, അടുത്ത മാസമല്ല, അടുത്ത കൊല്ലമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല, കർത്താവേ ഇപ്പോ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവേ ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുമ്പോ ഇപ്പോ എന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു നദി ഉത്ഭവിക്കുവാണ്. ഹല്ലേലൂയ, പുതിയൊരു നദിയുടെ ഒഴുക്ക്, പുതിയൊരു നദി കര കവിഞ്ഞ് ഒഴുകുന്നത് പോലെ, ഹല്ലേലൂയ, കർത്താവ് നിന്നെ ഫുൾഫിൽ ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ നദി. എങ്ങനെ വർഷമത്? അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? കേട്ടോ ദൈവമൈതലേ, നീ അത് അറിയുന്നില്ലയോ? ഈ വചനം കേൾക്കുമ്പോ കർത്താവിന്റെ ആത്മാവ് ശോഭിക്കുവാണ്. ദൈവമൈതലേ, നീ അറിയുന്നില്ലയോ? ഈ 8-ാം മാസത്തിൽ 1-ാം തീയതി, ഹല്ലേലൂയ, നീ അത് അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നടിഞ്ഞ് കിടക്കുവാനല്ല. ഹല്ലേലൂയ, പാപത്തിലേക്ക് കിടന്ന് കുഴയുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണോ നീ വീണു പോയത്? ഹല്ലേലൂയ. എവിടെയാണ് നീ പിന്മാറ്റത്തിലേക്ക് പോയത്? എവിടെയാണ് നീ മടുത്തു പോയത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ അഭിഷേകം ഒന്ന് കർത്താവിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നീ വചനം കേൾക്കുമ്പോൾ നീ ഓർപ്പിക്കുക, കർത്താവ് പുതിയൊന്നും ചെയ്യാൻ പോവാണല്ലോ, പുതിയൊരു നദിയെ കുറിച്ച് കേൾക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം തരുന്ന കർത്താവേ, ഞാൻ അങ്ങിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 ചേർത്ത് വായിച്ച മോനെ. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം, ലാമെന്റേഷൻസ്, അതിന്റെ 3-ാം അധ്യായത്തിന്റെ, ഹല്ലേലൂയ, വായിച്ചാട്ടെ. 22-23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ശ്രദ്ധിച്ചോ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ അപ്പന്മാരുടെയോ അപ്പാപ്പന്മാരുടെയോ അമ്മമ്മമാരുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പാരമ്പര്യമോ അല്ല. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്. നീ എപ്പോഴൊക്കെ ദൈവമേ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, നിന്റെ കണ്ണീര് പൊടിഞ്ഞിട്ടുണ്ടോ, നിന്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ടോ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ലോകത്തിലെ നീ, ഹല്ലേലൂയ, കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട്, ഹല്ലേലൂയ, രോഗസൗഖ്യം കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവമേ നീ മടുത്തു പോകണ്ട. ഹല്ലേലൂയ, ഇന്ന് ഇപ്പോ, ഹല്ലേലൂയ, യേശുവിന്റെ സൗഖ്യം നിന്റെ ഭവനത്തിൽ ഇറങ്ങുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളാൽ പറയാവുന്നതാണ് കർത്താവിന്റെ അടിപ്പിടകളാകുന്ന സൗഖ്യം നിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന രോഗിയായിരിക്കുന്നവന്റെ മേൽ, രോഗിയായിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു രാത്രിയാണ് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഓ Thank you, Lord. Hallelujah. Oh, we worship you, Jesus. Hallelujah. Thank you, Lord. Hallelujah. One of our വാക്യം, hallelujah. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല.
അത് രാവിലെ തോറും പുതിയത്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയത്. പുതിയത്. കേട്ടോ, പുതിയത്. ഹല്ലേലൂയ. നീ പാപത്തിൽ നടന്നപ്പോഴും ശാപത്തിൽ അകപ്പെട്ട് പോയപ്പോഴും ഹല്ലേലൂയ കർത്താവ് നിന്നിൽ നിന്ന് മാറി നടന്നിട്ട് ഹല്ലേലൂയ അവൻ എപ്പോഴും നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തിയിരുന്നത്. ഹല്ലേലൂയ. ഇനിയും നടത്തുന്നത് ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവേദന നീ മടുത്തു പോയേക്കല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 23 വർഷം അത് രാവിലെ തോറും പുതിയത്. അത് രാവിലെ തോറും പുതിയത്. നിന്റെ വിശ്വസ്തത നോക്കി, ഒരു ദൈവവചനം പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ഒരു ദിവസത്തിന്റെ തുടക്കം അവൻ പ്രാർത്ഥിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ അവരെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി നിലകൊള്ളുവാണെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം അത് രാവിലെ തോറും പുതിയതാണ്. തലേ ദിവസം രാത്രി മുഴുവനും ടെൻഷൻ അടിച്ച് കിടന്നുറങ്ങി, എപ്പോഴോ ഉറങ്ങിപ്പോയി. കടബാധ എങ്ങനെ തീർക്കും, മേടിച്ച പൈസ എങ്ങനെ തിരികെ കൊടുക്കും, രോഗം എപ്പോ സൗഖ്യമാകും, എന്റെ മക്കളുടെ ഫീസിന്റെ കാര്യം എന്താവും, മക്കളുടെ കല്യാണത്തിന്റെ ആവശ്യം എങ്ങനെയാവും, കൊടുക്കേണ്ട സ്ഥലത്ത് എങ്ങനെ കൊടുക്കും, ലോൺ എങ്ങനെ അടക്കും എന്നെല്ലാം ടെൻഷൻ അടിച്ചപ്പോഴേ പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുകയാണ് അത് രാവിലെ രാവിലെ ഹല്ലേലൂയ പുതിയത് പുതിയത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുതിയ തുടക്കം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം രാവിലെ തന്നെ കിട്ടും കേട്ടോ. ഹല്ലേലൂയ. ഈ 8ാം മാസത്തിൽ നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെ ഹല്ലേലൂയ നീ നിന്റെ ദിവസത്തെ എണ്ണി എണ്ണി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാണെങ്കിൽ നിന്റെ രാവിലത്തെ പ്രാർത്ഥന വെറുതെ ആകുക. അത് നീ എപ്പോ പ്രാർത്ഥിക്കുന്നുവോ ദൈവം അതിനെ പുതുക്കും. ഹല്ലേലൂയ. ആമേൻ. നീ ഇതുവരെ കാണാത്ത വാതിലുകൾ തുറക്കും. അതുകൊണ്ട് ആരും അടുത്തു പോയേക്കല്ലേ. ഹല്ലേലൂയ. 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 ഫിലിപ്പിയർ ലേഖനം 1 മുതൽ 6 വരെയുള്ള വാക്യം വായിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വായിച്ചേക്കാം. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെ. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകർക്കും ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷന്മാർക്കും കൂടെ എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിനും കർത്താവായ ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കൃപയും സമാധാനവും ഉള്ള ദൈവം നിറയ്ക്കുന്ന ഒരു മാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുവരെ നീ കർത്താവിന്റെ ഒരു കരുണ കണ്ടിട്ടില്ലെങ്കിൽ, കർത്താവിന്റെ കൃപ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മക്കളുടെ ഭാവിയുടെ മേൽ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ, നിന്റെ കടബാധ്യതകളുടെ മേൽ ഹല്ലേലൂയ, നിന്റെ രോഗങ്ങളുടെ മേൽ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയും സമാധാനവും നിറയുന്ന ഒരു രാത്രിയാണ് ഹല്ലേലൂയ ഈ മാസത്തിന്റെ അനുഗ്രഹത്തിന്റെ നിറവിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നീ മടുത്തു പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആമേൻ. അവിടെ വചനം പറയുവാണ് മോനെ, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിട്ട് പറയുവാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സകല പ്രാർത്ഥന നോക്കി എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇമോഷണലി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും എത്ര പ്രശ്നം വന്നാലും നിന്റെ ആരാധന എന്ന് പറയുന്നത് സന്തോഷത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ ലുലുമാളിൽ ഇരുന്നപ്പോഴല്ല കൈയടിച്ച് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴല്ല കൈയടിച്ച് ആരാധിച്ചത്. ഹല്ലേലൂയ. അവർക്ക് കാരാഗ്രഹത്തിൽ ഞെരുക്കത്തില് ഹല്ലേലൂയ കഷ്ടത്തിലായിരുന്നപ്പോഴാണ് അർദ്ധരാത്രിയിൽ ഹല്ലേലൂയ ഇരുകൂട്ടരും തീരുമാനിച്ചത്. നമുക്ക് സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ?
പ്രത്യേകിച്ച് നീ കാണാപ്പാടം പഠിച്ച പാട്ടുകളൊന്നുമല്ല, ആരാധന ഉയർന്നു വരും. അറിയാത്ത പാട്ടുകളെ ദൈവം നാവിൽ തരും. ഹല്ലേലൂയ. ഇതുവരെ പാടിയിട്ടില്ലാത്ത പാട്ടുകൾ കർത്താവ് നിനക്ക് നാവിൽ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മുന്നിൽ പ്രശ്നമായിരിക്കും, ഹല്ലേലൂയ. കാലിന് രോഗമായിരിക്കും, ഹല്ലേലൂയ. ശരീരത്തിന് ഒരു സുഖവും കാണുകയില്ല, ഹല്ലേലൂയ. പക്ഷേ നിന്റെ ഉള്ളത്തിൽ നിന്റെ ആത്മാവ് സന്തോഷിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു അഭിഷേകം, ഹല്ലേലൂയ, ചിലരുടെ മേൽ കർത്താവ് അയക്കുവാണ്. ഹല്ലേലൂയ. രോഗം വന്നാലും ക്ഷീണം വന്നാലും കർത്താവ്, ഹല്ലേലൂയ, ഞാൻ അങ്ങനെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, ഒരു മാസമായി, ഹല്ലേലൂയ, എന്റെ ഉള്ളത്തിൽ നിറയ്ക്കണമേ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചിലർക്ക് ശരീരത്തിൽ സുഖമില്ലായ്മ വന്ന വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ പോകും, പിന്നെ വേദന അറിയോ, പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് പ്രായമുള്ളവരാണെങ്കിൽ, ഹല്ലേലൂയ, ആ വേദനക്ക് കുറച്ചുകൂടി കാഠിന്യം കൂടും. കാരണം അവരുടെ ബലഹീനത കാരണം, ശാരീരികമായ ബലഹീനത കാരണം, ഹല്ലേലൂയ, വേദനയൊന്നും പ്രായത്തിന്റെ ചെറുപ്പക്കാർക്ക് ഇച്ചിരിയൊക്കെ സഹിക്കാൻ പറ്റുന്ന പോലെ ചിലപ്പോൾ പ്രായവർക്ക് സഹിക്കാൻ പറ്റണമെന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ 8-ാം മാസത്തിന്റെ അകത്ത് കർത്താവിന്റെ ആത്മാവ് പറയുവാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വാർദ്ധക്യത്തിൽ നിന്നെ താങ്ങുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വാർദ്ധക്യത്തിൽ നിന്നെ താങ്ങുന്ന കർത്താവിന്റെ ആത്മാവ് പറയുവാണ്. ഹല്ലേലൂയ, ഈ 8-ാം മാസത്തിൽ നിന്റെ ചില വേദനകളെ, ഹല്ലേലൂയ, നിന്റെ ചില മുറിവുകളെ കർത്താവ് സൗഖ്യമാക്കുന്ന മാർഗമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത സൗഖ്യം ഈ 8-ാം മാസത്തിന്റെ അകത്ത്, ഹല്ലേലൂയ, ഇതുവരെ കാണാത്ത സൗഖ്യം, സന്തോഷം കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിന്റെ ഷർട്ട് ആരെങ്കിലും പറിച്ചു കീറിക്കൊണ്ട് പോയാലും നീ ഇരിഞ്ഞോണ്ട് നിൽക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ എന്താണെങ്കിലും നിന്റെ ആരെങ്കിലും മാറ്റിക്കൊണ്ട് പോയാലും നീ ഇരിച്ചോണ്ട് നിൽക്കും. കർത്താവേ നന്ദി, കർത്താവേ സന്തോഷം, കർത്താവേ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ചുറ്റുമുള്ളവർ കഴിയുന്നു, അയ്യോ ഇവനെന്താ വട്ടാണ്. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കേട്ടോ, ഹല്ലേലൂയ. അവിടെ വചനം പറയുവാണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചത്. നിങ്ങളെ നല്ല പ്രവൃത്തി ആരാ ആരംഭിച്ചത്? നിങ്ങൾ സ്വയം തീരുമാനിച്ചു. ചിലവർ പറയുന്നത് കേൾക്കാം, ഓ ഇനിമേൽ ഞാൻ പാവം ചെയ്യത്തില്ല, ഇനിമേൽ ഞാൻ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നോക്കി കണ്ടോ നടന്നോളം കർത്താവേ. അല്ല കേട്ടോ, നടക്കുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ സ്വബുദ്ധിയിൽ തോന്നിയെടുക്കുന്ന തീരുമാനങ്ങളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവ് നിന്നിൽ ക്രിയ ചെയ്യുമ്പോഴാണ് ചില പാപ സ്വാധീനങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് തന്നെ സാധിക്കുന്നത്. ചില ടെംപ്റ്റേഷൻസ്, ഹല്ലേലൂയ, ആമേൻ, ചില നാവിന്റെ ദൂഷ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്നെ കരുതുന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷൻസ്, ഹല്ലേലൂയ, വഴികളിൽ നിന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിനക്ക് പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെട്ട് പറയാം, കർത്താവിനാൽ ഞാൻ മുതൽ ചാടി കിടക്കും. ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവിനാൽ ഞാൻ ഈ പ്രശ്നത്തെ അതിജീവിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വചനം പറയാൻ നോക്കിക്കുമോനെ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം, ശ്രദ്ധിക്കണം, നാളോളം അതിനെ തികയ്ക്കുമെന്ന്. ഓക്കെ, കർത്താവ് മടങ്ങി വരുവോളം, നിന്റെ കർത്താവ് എടുക്കപ്പെടുവോളം, പിതാവിന്റെ മുഖം കാണുവോളം, ഹല്ലേലൂയ. ഓക്കെ, എന്താ സംഭവിക്കുന്നേ? അതിനെ തികയ്ക്കും. അതിനെ തികയ്ക്കുന്നത് കർത്താവാണ്. അതിനെ ഫുൾഫിൽ ചെയ്ത് നടത്തുന്നത് കർത്താവാണ്. നീ സ്വയം നടക്കുകയല്ല, നീ സ്വയം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഹല്ലേലൂയ. അവിടെ വചനം പറയാൻ നോക്കിക്കേ, അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിപ്പിക്കും. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ, എങ്ങനെ 1-ാം നാൾ മുതൽ, 1-ാം ദിവസം മുതൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, 1-ാം ദിവസം മുതൽ, എന്നാ പറഞ്ഞേ, 1-ാം ദിവസം മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ
നിങ്ങൾക്കുള്ള നിങ്ങൾ പറ എന്താ കൂട്ടായ്മ. വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന കൂട്ടായ്മ എന്താണ്? ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെ ആ എന്റെ ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ നിമിത്തം. അപ്പൊ നോക്കിയേ, സഹോദരന്മാർ പരസ്പരം ഓർമ്മിക്കപ്പെടുന്നു യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഇന്ന സ്ഥലത്ത് എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ എന്ന് പറയും അല്ലെ. എന്നാൽ ഇന്ന സ്ഥലത്ത് എന്റെ യേശു ക്രിസ്തുവിലുള്ള ഒരു സഹോദരൻ ഉണ്ടല്ലോ, ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു സഹോദരൻ വന്നില്ലെങ്കിൽ ഹല്ലേലൂയ എന്താ വരാഞ്ഞത്, ഹല്ലേലൂയ ആമേൻ എന്ന് അന്വേഷിക്കുന്ന ഒരു മനോഭാവം. ഹല്ലേലൂയ. എന്ത് പറ്റിയാവോ? ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറയുവാണ്, സുവിശേഷ ഘോഷണത്തിൽ 1-ാം നാൾ മുതൽ. അപ്പൊ ഇതുപോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ചില മെച്യൂരിറ്റി ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് 8-ാം മാസത്തിന്റെ അകത്ത് ചില മെച്യൂരിറ്റി വരുവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ചില ഹല്ലേലൂയ അടിസ്ഥാനങ്ങൾ ദൈവം ഇടുവാണ്. 1-ാം നാൾ മുതൽ, ഈ 1-ാം തീയതി മുതൽ ഹല്ലേലൂയ എന്താ ചെയ്യുന്നത്? സുവിശേഷത്തിന്റെ അങ്ങനെ സുവിശേഷ ഘോഷണത്തിൽ ആ. നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ. അപ്പൊ നോക്കിയേ, കൂട്ടായ്മ നിമിത്തം, സുവിശേഷണത്തിന്റെ കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിനെ സ്തോത്രം ചെയ്യും. നോക്കി, സഹോദരനെ ഓർക്കുമ്പോ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥനയിൽ സന്തോഷത്തോടെ ഓർത്തോണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് പലരും ചെയ്യത്തില്ല. ഹല്ലേലൂയ. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് അല്ലാതെ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ നയിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകളിൽ ഓർക്കണം. എങ്ങനെയാ? സന്തോഷത്തോടെ. ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന ദേവദാസന് നൽകിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുവാണെന്ന വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെ പാസ്റ്റർ? ഓക്കേ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഹല്ലേലൂയ. വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ നയിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് നോക്കിയേ, 7-ാം വാക്യം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളൊക്കെ എന്റെ അമ്പലങ്ങളിൽ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കൊരിന്ത്യസ് 1 കൊരിന്ത്യസ് അതിന്റെ 16-9 വായിച്ചു നോക്കണം. 1 കൊരിന്ത്യസ് 16-9 വായിച്ചു. എനിക്ക് വലിയതും സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. ശ്രദ്ധിച്ചോ? വാതിലുകൾ ദൈവം തുറക്കുമ്പോ അതിനെ അടയ്ക്കാൻ ശ്രമിക്കുന്നവരും പുറത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നീ എപ്പോ പ്രാർത്ഥിക്കാൻ നടക്കുന്നുവോ ഹല്ലേലൂയ എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന ചില ശക്തികളുണ്ട്. നിന്റെ സുഹൃത്ത് വലയത്തിന്റെ അകത്ത് പോലും നിന്റെ നന്മയെ ആഗ്രഹിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു നന്മ ചെയ്തു എന്ന് അറിയുന്നത് കേട്ട് സന്തോഷിക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്. നീ നല്ലൊരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. നീ കുടുംബ ജീവിതത്തിൽ മക്കളും ഭാര്യയും അപ്പനും
കാണുന്നത് നോക്കി ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഹല്ലേലൂയ. അതായത് മിക്കവർക്കും നിന്റെ ജീവിതത്തിൽ വാതിലുകൾ എപ്പോഴും അടഞ്ഞിരിക്കുന്നത് കാണുവാനാണ് ഇഷ്ടം. വിചാരിച്ചോ അതല്ല ഇഷ്ടം. ഹല്ലേലൂയ. നീ പഴയ നാളെ അല്ലെ കഴിഞ്ഞ നാളുകളിൽ അനേക വാതിലുകൾ മുട്ടിയിട്ട് തുറന്നിട്ടില്ല. ദൈവം തുറക്കുമെന്ന് പറഞ്ഞിരുന്ന വാതിലുകൾ പോലും നീ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ മടുത്തുപോയി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. അപ്പൊ വാതിലുകളെ അടക്കാൻ വേണ്ടിയുള്ള ശക്തികൾ പുറമേ ഉണ്ട്. അല്ലെങ്കിൽ വാതിലുകളെ അടച്ചു കളയുവാനുള്ള പിശാചിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ നിന്നിൽ ഉളവായി കാണാം. ഓക്കെ, അവർക്കും അത് സ്വയം അടങ്ങാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കിക്കോട്ടോ. പിശാചിന് നോക്കിയേ ഹല്ലേലൂയ ആ വാതിലുകൾ, ദൈവം തുറക്കുന്ന വാതിലുകൾ ഒരിക്കലും അടങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, അതിലേക്ക് വരാം. ഹല്ലേലൂയ. പക്ഷെ അവൻ നിന്നിൽ ഉളവാക്കുന്ന ചില പാപസംബന്ധമായ സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ മുഖാന്തരം ചില ഡിലേസ്, ഹല്ലേലൂയ അല്ലേ, ആ വാതിലുകൾ തുറക്കേണ്ടതായിരുന്നു, പക്ഷേ പാതി തുറന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴൊക്കെ ആരാധനയ്ക്ക് വന്നിട്ട് പോകുന്ന ഒരു പരിപാടിയിൽ ഈ വാതില് ഇച്ചിരി തുറന്നു വെച്ചിരിക്കുക. ഹല്ലേലൂയ. ആരാധന സ്തോത്രം പ്രൈസ്തലോടൊക്കെ ഉണ്ട്, ഹല്ലേലൂയയൊക്കെ ഉണ്ട്. പക്ഷേ വാതിൽ പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല. നോക്കി, നമ്മുടെ മുറ്റത്ത് യേശു വന്ന് മുട്ടുവാണ് വാതില്. അപ്പൊ നോക്കുമ്പോ എന്താ, കർത്താവ് കയറി വന്നട്ടെ എന്ന് പറയുന്നതല്ലാതെ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ഇപ്പൊ കർത്താവ് പറയുമ്പോൾ എടാ വാതിലിന്റെ കുളത്തൊന്ന് തുറക്ക് എന്ന് പറയുമ്പോ നോക്കി, ആ കുളത്ത് തുറന്നു, നോക്കി തുറന്നിട്ടു. ഹല്ലേലൂയ. കയറി എന്ന് പറയുമ്പോ സ്തോത്രം, കർത്താവ് ഒരുത്തന്റെ വാതിൽ ഇടിച്ചു തുറന്ന് കയറി വരികയാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ കർത്താവിന് ഇടയില്ല, ഇനി കർത്താവ് ഒരിക്കലും വരുന്നത്. ലൗകികമായ അല്ലെങ്കിൽ ലോകപരമായ കാര്യങ്ങളാണ് നീ നിറഞ്ഞു നടക്കുന്നതെങ്കിൽ, ലോകത്തിന്റെ കൂട്ടായ്മയിലാണ്, നേരത്തെ പറഞ്ഞ പോലെ കൂട്ടായ്മ അത് ഇമ്പോർട്ടന്റ്. ലോകപരമായ കാര്യങ്ങളിലാണ് നീ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നതെങ്കിൽ കർത്താവ് ഒരിക്കലും ഇടിച്ചു കയറാത്തേക്ക് വരത്തില്ല. ആമേൻ. ആ പറഞ്ഞ കർത്താവ് പറയണ ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ അത് കർത്താവിന് വാതിൽ തുറക്കാൻ കഴിയില്ല എന്നിട്ടാണോ? അല്ല, നിന്റെ ജീവിതത്തില് നീ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ചില വാതിലുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിന് നേരെ അല്ല കൊട്ടി അടക്കുന്നത്. ഹല്ലേലൂയ. ചിലവരുടെ പ്രവൃത്തിയും പാപസംബന്ധമായ കൂട്ടുകെട്ട് മൂലം ദൈവത്തിന്റെ മുഖത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ മുഖത്ത് അടിക്കുന്നത് പോലെ നോക്കി വാതിൽ കൊട്ടിയടക്കും. നോക്കി, ചിലവരൊക്കെ കഷ്ടൊക്കെ വാതിൽ വന്നിട്ട് നമ്മൾ വാതിലൊക്കെ കൊട്ടിയടക്കുന്നത് അവനൊക്കെ മുഖത്തടിച്ച പോലെ അല്ലേ. നോക്കി, ഹല്ലേലൂയ. കുറെ വചനമൊക്കെ കേൾക്കും, പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് മൊബൈലിൽ തോന്നിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ 8ാം മാസത്തിന്റെ അകത്ത് നീ തീരുമാനം എടുത്തോണം കേട്ടോ. ഹല്ലേലൂയ. മൊബൈലിന്റെ സ്ക്രീനിങ് ടൈം ഞാനത് കുറയ്ക്കും കർത്താവേ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിൽ നിന്ന് മാറി ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് കർത്താവിനോട് ഇടപെടുന്ന ഒരു സമയത്തിൽ ഹല്ലേലൂയ ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ് കർത്താവേ. എന്നോട് ഇടപെടണ കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന മാസമായി തീരണേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മാക്സിമം ബൈബിള് മൊബൈലിൽ വായിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. വേറെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മാത്രം വേണമെങ്കിൽ മൊബൈല് ഇല്ല ബൈബിൾ യൂസ് ചെയ്ത് വായിച്ച കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ പുസ്തകം തുറന്ന് തന്നെ വേദപുസ്തകം വായിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. Blessed be the name. Amen. Hallelujah. സ്തോത്രം. Hallelujah. Hallelujah. Blessed be the name. Hallelujah. നമ്മുടെ വാക്യം വായിച്ച്. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എനിക്ക് വലിയതും. ഓക്കെ, അപ്പൊ ദൈവം തുറക്കുന്ന വാതിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് കടക്കാൻ കഴിയുന്ന വാതിലാണ്. ആ വാതിലിനെ കുറിച്ച് പറയാൻ നോക്കി, അത് ചെറിയ പീക്കരി ഡോറല്ല, കുഞ്ഞു ഡോറല്ല. പിന്നെ എങ്ങനെ എന്താ പറഞ്ഞത്? വലിയൊരു വാതിൽ.
കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച ചെറിയൊരു വാതിലാണെങ്കിൽ നോക്കി, ദൈവമേ അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, ഇച്ചിരിയെങ്കിലും. ചില ലോട്ടറി എടുത്ത് 50 രൂപ അടിച്ചാൽ മതി, 500 രൂപ അടിച്ചാൽ 5000 അടിച്ചാൽ അത് മാറിയേച്ച്. ഭൗമികമായ ചിന്തകളിൽ നിന്നെല്ലാം കണ്ടെടുത്തിട്ട് കൊലോസിലേക്ക് പറയുന്ന പോലെ അങ്ങ് ഉയരത്തിലുള്ളതിലേക്ക് നോക്കുന്ന ഒരു അഭിഷേകം. അവിടെയാണ് ദൈവികമായ അധികാരത്തിൽ ദൈവം വരാൻ പോകുന്നത്. അവിടെ പറയുവാണ്, എനിക്കായി ദൈവം തുറക്കുന്ന വാതിലുണ്ടല്ലോ, അത് ചെറിയ ഡോറൊന്നുമല്ല, നിസ്സാര ഡോറൊന്നുമല്ല. ഹല്ലേലൂയ. വാതിലെന്ന് പറ, ചെറിയ ഡോറല്ല, അത് വലിയതാണ്, അത് സഫലമായ ഡോറാണ്, നിഷ്ഫലമല്ല, അല്ല പാഴായി പോകുന്നൊരു ഡോറല്ല. ചില ഡോറിലേക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ കയറിയ പോലെ ഇറങ്ങി വരും, ഉള്ള പ്രതീക്ഷകളിൽ പോകും. ഹല്ലേലൂയ. ചിലവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഒപ്പം കൂടി പോകും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. സങ്കടം പറയാൻ, വേദന പറയാൻ, ഞെരുക്കം പറയാം, അയ്യോ അതാണ് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, അയ്യോ അതില്ല, ഇതാണ് പ്രശ്നം. ഓക്കെ, ഹല്ലേലൂയ. നിനക്ക് ഒരുത്തനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിച്ചോ. ഹല്ലേലൂയ. ഒരുത്തനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ സഹായിച്ചോ. ഹല്ലേലൂയ. അത് സന്തോഷത്തോടെ ചെയ്തോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും അവരുടെ വിഷയങ്ങൾ ഒരിക്കലും വേറെ ആളായിട്ട് ഷെയർ ചെയ്യരുത്. നീ സഹായിച്ചതോ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നീ കൊടുത്തതോ, ഹല്ലേലൂയ, അല്ലെ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നേ കിട്ടത്തുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അളവിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ വേറെ ആൾ പറയും, ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ എന്ന് പറയും. നിനക്ക് സഹായിക്കാൻ തോന്നുവാണെങ്കിൽ നീ വെടിപ്പായിട്ട് ചെയ്തോ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ചെയ്തോ. കാരണം പ്രതിഫലം അവരല്ല നിനക്ക് തരാൻ പോകുന്നത്. ചിലർക്ക് ധാരണയുണ്ട് നമ്മൾ അവരെ സഹായിക്കുന്ന അവരായിരിക്കുന്നത്. നോക്കി, അങ്ങനെ അല്ല കേട്ടോ ഈ സിസ്റ്റം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അവർക്ക് വേണ്ടി സഹായിക്കുമ്പോ നിനക്ക് വേണ്ടി തുറക്കുന്ന കരങ്ങൾ അല്ലെങ്കിൽ വാതിലിനെ കുറിച്ച് പറയുന്നത് അത് ചെറുതല്ല, അത് വലിയതും അത് സഫലമായതുമാണ്. ഓ സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. 8-ാം മാസക്കാലത്ത് കർത്താവ് ചില വാതിലുകൾ തുറക്കുവാണ്. ഹല്ലേലൂയ. ആമേൻ. വലിയ വാതിലുകളെ ദൈവം തുറക്കുവാണ്. പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ചില വാതിലുകളെ തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം കർത്താവേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് തുറക്കുന്ന ചില വാതിലുകൾക്കായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അവിടെ വചനം പറയുവാണ്, എങ്ങനെ വലിയതും സഫലവുമായ വാതിൽ തുറക്കുന്നല്ല, തുറന്നിരിക്കുന്നു. ഇപ്പൊ തുറന്നിരിക്കുന്നു. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോ തന്നെ വാതില് എങ്ങനെ കാണണമെന്നറിയോ? അടഞ്ഞിടക്കുന്ന ഒരു വാതിൽ തുറന്നിരിക്കുന്നതായിട്ട് കാണും. ആത്മാവിൽ കണ്ടോണം. ഹല്ലേലൂയ. അടഞ്ഞു പോയ ചില വാതിലുകൾ ഇപ്പൊ തുറന്നിരിക്കുവാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകളെ യേശുവിന്റെ നാമത്തിൽ തുറന്നിരിക്കുവാണ്. ചില സാമ്പത്തിക വിടുതലുകൾ, ഹല്ലേലൂയ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ്, ഹല്ലേലൂയ, ഹാപ്പനിങ് ജീസസ് ക്രൈസ്റ്റ് നെയിം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അതേ വാതിലിലൂടെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാണ്. ഹല്ലേലൂയ. Amen. Hallelujah. Hallelujah. We worship you, Lord. Hallelujah. Hallelujah. Stone. Hallelujah. Amen. Hallelujah. Blessed be the name. Hallelujah. Stone. Hallelujah. 2 Corinthians 5:17 വായിച്ചാണ്. 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. Hallelujah. Corinthians chapter അതിന്റെ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി. ഹല്ലേലൂയ. പ്രവചനം പറയുന്നത് കേട്ടോ. എന്താ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ. ക്രിസ്തുവിൽ നിന്ന് മാറി നടക്കുമ്പോഴാണോ ചെയ്തത്? അല്ല. ക്രിസ്തുവിനെ ഇട്ടേച്ചു പോയാൽ എന്താ പറയാ, മറ്റേ ഗ്യാരേജ്, മറ്റേ ഈ ആക്രി അല്ലെ, കടലിൽ കിടക്കുന്ന തുരുമ്പൂടിച്ച് എന്തോ പോലെ കിടക്കുന്ന അവസ്ഥയാണ് യേശുവിന്റെ. യേശുവിനുണ്ടെങ്കിൽ ഇച്ചിരി ടയർ പഞ്ചർ അവസ്ഥയാണെങ്കിലും
ഇച്ചിരി പഴയതായിരിക്കുമ്പോഴും മനസ്സിലാക്കിക്കോണം, കർത്താവിന്റെ സന്നിധി വരുമ്പോഴൊക്കെയും ഹല്ലേലൂയ അല്ലെ, ഒരു ട്രാൻസ്ഫോമേഴ്സ് സിനിമയിൽ കണ്ടതുപോലെ അല്ലെ, പഴയ ഒരു കാറ് അല്ലെ പെട്ടെന്ന് മാറി അതൊരു പുതിയ അല്ലെ, ഹല്ലേലൂയ 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 സ്തോത്രം ഹല്ലേലൂയ. ഒരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പോലെ യേശുവിന്റെ അടുത്ത് നീ വരുമ്പോ ഹല്ലേലൂയ. നീ പാപസംബന്ധമായി കുഴഞ്ഞു നടക്കുവാണെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ നീ മടുത്തിരിക്കുവാണെങ്കിൽ, നീ മുട്ടുമേൽ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോ നീ പിന്നെ മടുത്തിരിക്കുകയല്ല, ആശ്വസിപ്പിക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്. എന്നിട്ട് പറഞ്ഞു നോക്കിയേ, പഴയത് ഇനിയില്ല, പഴയത് തീർന്നു. നമ്മളിങ്ങനെ നോക്കില്ലേ, പഴയത് വരെ തോന്നാവോ? ഹല്ലേലൂയ. ചിലർ വീട്ടിൽ ചോദിക്കുന്നതായിരിക്കും അല്ലെ, ഇന്നിപ്പോ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ഇന്നലത്തെ മീൻ കറി കാണുമോ, കുറച്ച് തട്ടിയെങ്കിലും കാണുമോ ചോദിക്കും. സ്തോത്രം ഹല്ലേലൂയ. ചിലർക്ക് പഴയതിനോടാ താല്പര്യം, പഴയത് പഴയത് ഹല്ലേലൂയ. പഴയത് മതി, പഴയത് പഴയത് ഹല്ലേലൂയ അല്ലെ. പഴയ ചോറുള്ളി ബീഫ് കറി അല്ലെ, ഇസ്രായേലിലേക്ക് തിരിച്ചു പോകാറുണ്ട് അല്ലെ. സ്തോത്രം ഹല്ലേലൂയ. ആ പരിപാടിയല്ല, ഹല്ലേലൂയ. പുതിയത് ദൈവമക്കൾ എപ്പോഴും പുതിയത് ഹല്ലേലൂയ. അപ്പൊ പഴയതിന് വേണ്ടി സെക്കൻഡ് ഹാൻഡ് മതി കർത്താവേ എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടിയല്ല കേട്ടോ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങിൽ ഞാൻ പുതുക്കം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെല്ലാം പുതിയതാണ്. ആമേൻ. എന്റെ ആത്മീയ ജീവിതത്തെ പോലും ദൈവം പുതുക്കുവാണ്, എന്റെ വിശ്വാസ ജീവിതത്തെ കർത്താവ് പുതുക്കുവാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ പറയുവാണ് പഴയത് പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി. കണ്ടെന്താ, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു, പുതിയതായി തീർന്നിരിക്കുന്നു. എന്റെ വിശ്വാസ ജീവിതം, എന്റെ പ്രാർത്ഥനാ ജീവിതം, എന്റെ സഹോദര ബന്ധങ്ങൾ, ഹല്ലേലൂയ, എന്റെ കുടുംബ ജീവിതം, ഇതെല്ലാം ക്രിസ്തു യേശുവിൽ പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പൊ ഈ പഴയ തപ്പി നടക്കണോ? പഴയ തപ്പി നടക്കണോ? വേണോ? വേണ്ട. ഹല്ലേലൂയ. Blessed be the name. Amen. സ്തോത്രം. ഹല്ലേലൂയ. മോനെ റെവലേഷൻ അതിന്റെ വെളിപ്പാട് പുസ്തകം 3:8 വായിച്ചു. വെളിപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8 വായിക്കാവോ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചു. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം നിന്റെ പ്രവൃത്തിയെ നോക്കുന്നു. നിന്നിൽ എങ്ങനെയുള്ള പ്രവൃത്തിയാണുള്ളത്? വിശ്വാസത്താലുള്ള പ്രവൃത്തിയാണ്. അപ്പൊ കടമൊന്നും ശരിയാണ്, രോഗമൊന്നും ശരിയാണ്. അയ്യോ രോഗമാണെന്ന് പറഞ്ഞിട്ട് കർത്താവിന് നാളെ നടക്കുമ്പോ രോഗസൗഖ്യം വരുന്നതാണോ? അല്ല കേട്ടോ. അത് സ്പിരിച്വൽ ഡിസിപ്ലിന്റെ അകത്ത് വരുന്ന കാര്യമല്ല, സ്പിരിച്വൽ വെള്ളത്തിന്റെ അകത്ത് വരുന്ന ഒരു സംഗതിയല്ലാതെ മാറി നടക്കുക എന്ന് പറയുന്നത്. അത് അകന്ന് നടക്കുക, മാറി നടക്കുക എന്ന് പറയുന്നത് വിശ്വാസമുള്ളതാണ്. കർത്താവ് എപ്പോഴും ചേർത്ത് നടത്താൻ ഇഷ്ടപ്പെടുന്നത്. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം ഹാനോക്കിനെ എടുത്തു. ഹല്ലേലൂയ. ഈ ചേർന്ന് നടക്കുമ്പോൾ എടുക്കാനോ ഓക്കെ, ചേർന്ന് നടക്കുന്നതന്നെ ദൈവം എടുത്തു. ഹല്ലേലൂയ. മക്കളെ കരയുന്ന പോലെ മക്കളുടെ സ്വരം എന്റെ മോനാണോ കരയുന്നത്, എന്റെ കുഞ്ഞാണോ കരയുന്നത്, അവൻ എവിടെയാണോ എന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുകയല്ല. നോക്കി കുഞ്ഞൊന്ന് കരയോന്ന് കാണുമ്പോ തന്നെ തൊക്കത്തെ വെച്ച് നടക്കും. ഞാൻ കരയാൻ പോവുകയാണ്, കരയണ്ടല്ലോ, ഞാൻ അതിനെ പിടിച്ചേക്കാം. ഹല്ലേലൂയ. അതുപോലെ യേശുവിനോട് ചേർന്നിരിക്കുന്ന സമയമാണ് നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന, നിന്റെ കൂട്ടായ്മ. അതിന്റെ അകത്ത് നീ വന്ന് നീ കമ്മിറ്റഡ് ആയി അതിന്റെ അകത്ത് ഇടപഴകി കഴിയുമ്പോൾ തന്നെ നിന്റെ ചില സാഹചര്യങ്ങളെ കർത്താവ് പുതുക്കി വെച്ച് ഹല്ലേലൂയ വാതിലുകളെ തുറക്കുവാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
കാരണം അതിൽ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വാക്യം വായിച്ചു പറയാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതില് തുറന്നു വെച്ചിരിക്കുന്നു. എങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? തുറക്കുന്നാണ് പറഞ്ഞത്. തുറന്നേക്കാം എന്നാണ് പറഞ്ഞത്. തുറന്നു വെച്ചിരിക്കുവാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന വാതിലുകൾ അടഞ്ഞിരിക്കുന്ന വാതിലല്ല, തുറന്നിരിക്കുന്നവരായിട്ട് കാണണം. കാണുന്നുണ്ടോ? വിശ്വാസം കാണുന്നുണ്ടോ? ആത്മാവിൽ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹല്ലേലൂയ സ്വർഗ്ഗീയ നന്മകളുടെ വാതിലുകൾ നിന്റെ ജീവിതത്തിലേക്ക് തുറന്നിരിക്കുന്നതായിട്ട് ദൈവമേ നീ കണ്ടോ? നീ കർത്താവിൽ പ്രാപിച്ചോ? ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ദൂരമായി ഇറങ്ങി വരുന്ന ചില വാതിലുകൾ നീ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കർത്താവിൽ വിശ്വാസത്തോടെ ധ്യാനിച്ചോ? ഹല്ലേലൂയ. ഈ കേട്ട വചനം ധ്യാനിച്ചോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരവുമായിട്ട് ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ചില വാതിലുകൾ തുറന്നിരിക്കുന്നതായി ഈ കാണുന്ന ശരി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വായിച്ചു, അതിന്റെ ഒപ്പമുള്ള വായിച്ചു മോനെ. അത് ആർക്കും അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്യമാണ് കേട്ടോ. അതാർക്കും അടച്ചുകൂടാ. അടക്കാൻ പറ്റില്ല. ആരടക്കാൻ നോക്കിയാലും കർത്താവ് അവരെ ഭയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാതിൽ തുറന്നത് കർത്താവാണ്, യേശുവാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോ ഈ നിമിഷം ഈ 1-ാം തീയതി ഹല്ലേലൂയ വാതിൽ തുറന്നത്. ഇനി അത് അടക്കാൻ പറ്റത്തില്ല. ഇനി കർത്താവ് അടച്ചാലേ ഉള്ളൂ, കർത്താവ് അടച്ചാലേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വാതിൽ തുറക്കുവാണ് ഫോഴ്സ്ഫുള്ളി. ഹല്ലേലൂയ, ആമേൻ. നിന്റെ ജീവിതത്തിൽ നടക്കുവാണിപ്പോ. ഹല്ലേലൂയ. 5 മാസമാണ് കർത്താവേ. ഈ 5 മാസത്തിനകത്ത് കർത്താവേ അവിടെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവിടുത്തെ ഹിതം എന്റെ ജീവിതത്തിൽ അവിടുത്തെ കർത്താവെ കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവേ അടിയനെ അവിടുത്തെ സ്നേഹത്തിലും കരുതലിലും നടത്തണമെന്ന് കർത്താവേ അങ്ങ് വാതില് എനിക്കായി തുറന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വായിച്ചു പറയാം. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിൽ നീ എന്റെ വചനം കാക്കുന്നു. ഹല്ലേലൂയ, എന്റെ നാമം നിഷേധിച്ചു. ആമേൻ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ കൂട്ടായ്മയിലായിരിക്കുമ്പോ അവിടെ ഫിലാദൽഫിയയിലെ ഹല്ലേലൂയ സഭയുടെ ദൂതൻ എഴുതുന്ന വചനങ്ങളാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ നീ ഇന്നായിരിക്കുന്ന കൂട്ടായ്മക്കകത്ത് സഭയ്ക്കകത്ത് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പറയുവാണ് നിനക്ക് വേണ്ടി തുറന്ന വാതിലുകളെ അടയ്ക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ ബലഹീനതകളെ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു രാത്രിയായി മാറുവാണ്. ഹല്ലേലൂയ. Blessed be the name. സ്തോത്രം. We worship you, Jesus. Oh, we worship you, Jesus. We glorify you, Lord. We worship you, Jesus. Hallelujah. We worship you, Jesus. Hallelujah. Hallelujah. We worship you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. 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 നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു. ചെറിയ കൂട്ടായ്മയാണെങ്കിലും അല്ലെ നോക്കി നമ്മൾ നോക്കുമ്പോ എല്ലാവരും നോക്കുമ്പോൾ രവിയുടെ ഒരു കുഞ്ഞു കൂട്ടായ്മയല്ലേ. കർത്താവിന്റെ നാളുകൊണ്ട് നീ മേഖല പറയുന്നത് ചെറിയ കൂട്ടായ്മ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന എവിടെയാണോ അവിടെയാണ് കർത്താവിന്റെ ഹല്ലേലൂയ ബലം വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൂട്ടായ്മക്കകത്ത് നിന്റെ ഭവനത്തിന്റെ അകത്ത് ഹല്ലേലൂയ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്.
Amen. അവിടെ പറയുവാണ്, നീ എന്റെ വചനം എന്ത് ചെയ്തു? നീ എന്റെ വചനം കാത്തു. വചനം കാക്കണം. വചനത്തിനോട് എതിർക്കുന്ന, വചനത്തോട് മറുത്ത് ഉള്ള പ്രവൃത്തികൾ നിങ്ങൾ കണ്ടുകൂടാ. ദൈവത്തിൽ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളോ കൂട്ടായ്മകളോ നീ പാടിക്കരുത്. കുറ്റം പറഞ്ഞ് നടക്കുന്നവരുടെ ഇടയിൽ നീ കൂട്ടായ്മ പാടിക്കരുത്. അവരിന്ന് വേർപെട്ട് നടന്നോണം. ആരുടെയും കംപ്ലൈന്റ് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ ഐ എം സോറി, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കിക്കോണം. ഹല്ലേലൂയ. ഒരുത്തന്റെ ഇല്ലായ്മ പറഞ്ഞു വരുവാണെങ്കിൽ പറയണം, ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവരെയും ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അവിടെ പറഞ്ഞു കേട്ടോ, എന്റെ നാമം നിഷേധിക്കുക. അതേ പറഞ്ഞത്. കുറ്റം പറഞ്ഞ് നടക്കുന്നവരായിട്ട് അല്ലെങ്കിൽ നോ, അങ്ങനത്തെ കൂട്ടായ്മ അല്ല ദൈവാലയ. അത് നാമത്തിന്റെ നിഷേധം. ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന കൂട്ടായ്മ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല കൂട്ടുകെട്ടുകളെ ചൂസ് ചെയ്തോണം. ഹല്ലേലൂയ. ക്രിസ്തുവിനല്ലാത്ത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. നിനക്ക് ആത്മീയ വർദ്ധന വളർത്താത്ത ഇടങ്ങളിൽ പോയി നിന്നേക്കരുത്. ഹല്ലേലൂയ. അതിന്റെ അകത്തൊരു വേർപാട് നീ വെക്കുവാണെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നിന്റെ മേൽ പകരുന്ന പുതിയ അഭിഷേകം, ഹല്ലേലൂയ, പുതിയ കൃപ, ഹല്ലേലൂയ, അതിൽ നിറഞ്ഞവനായി ദൈവം നിന്നെ നടത്തുക നല്ല ചെയ്യും. പുതിയ അഭിഷേകത്തിലും പുതിയ കൃപയിലും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഡ്യൂട്രോണമി അതിന്റെ 28:11-12 വായിച്ചു മനെ. നിയമവാർത്തക പുസ്തകം അതിന്റെ ഡ്യൂട്രോണമി 28-ാമത്തെ അധ്യായം 28-ന്റെ 11-12 വായിക്കണേ. നിനക്ക് കൈവന്ന യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും നിന്റെ വേലയൊക്കെ തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാന്ന് പറയുമ്പോൾ കർത്താവിന്റെ വെള്ളപ്പൊക്കമാണോന്ന് കഴിക്കുന്നത്. അപ്പൊ വെള്ളം പൊങ്ങി ഫ്ലഡ് വരുമ്പോഴാണ് കർത്താവ് എന്റെ വേലയെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ആത്മാവിന്റെ ചിന്ത ജഡത്തിനും, ജഡത്തിന്റെ ചിന്തകൾ ആത്മാവിനും വിരോധമത്രേ. അത് മറക്കണ്ട. ഈ വചനം കേൾക്കുമ്പോ തന്നെ ഉറപ്പിച്ചോണം, കർത്താവ് എന്റെ ബുദ്ധിക്ക് അതീതമായിട്ട് എന്തോ ഒന്ന് ചെയ്യാൻ പോവാ. എന്റെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് ദൈവമേ. ഹല്ലേലൂയ. ഓ ദൈവരാജാവേ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വി വർഷിപ്പ് യു ജീസസ്. നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം, അഭിഷേകവും നിന്റെ വയലിലേക്കുള്ള നനയ്ക്കാനുള്ള വെള്ളവും എല്ലാം മഴയായിട്ടും മഞ്ഞായിട്ടും എല്ലാം കർത്താവ് എവിടെ നിന്ന് തരാൻ പോകുന്നേ? ഉയരത്തിൽ നിന്നാണ് വരാൻ പോകുന്നത്. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നമ്മെ നിറയ്ക്കുന്നതായ യഹോവയായ ദൈവത്തിന്റെ മുന്നാകെ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവനിലൊന്ന് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവന് വേണ്ടി ഒന്ന് കാതോർത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവില്ലാതെ വിളിച്ചു പറയാം ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകുവാൻ, നീ നിന്റെ കുടുംബവും ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവിന്റെ വചനത്തിൽ ഹല്ലേലൂയ. ഓ വി വർഷിപ്പ് ജീസസ്. Hallelujah, hallelujah. Oh, ഹൃദയത്തിൻ വാതിൽ തുറക്കാം.
യേശുവേ വാ, ജീവനായ ഉള്ളത്തിൽ യേശുവേ വാ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, ജീവനായനുള്ളത്തിൽ യേശുവേ വാ, എന്റെ രക്ഷകനേ നിന്നയം ചൊല്ലുന്നേ, എൻ കർത്താവേ നിന്നെ മാത്രമാശ്രയം, രക്ഷകനേ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, വിശ്വാസം പഠിക്കേ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. കർത്താവേ, thank you Lord, hallelujah. We worship you Father, we worship you Jesus, hallelujah, hallelujah, hallelujah. 12 വാക്യം വായിച്ചു, hallelujah. തക്ക സമയത്ത് നിന്റെ ദേശത്തിലെ മഴ തരുവാനും നിന്റെ വേലൊക്കെ അനുഗ്രഹിപ്പാനും Yes, യഹോവ നിനക്ക് തന്നെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്നു. yes, നീ അനേകം ജാതികൾക്ക് വായ്പ yes. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. ഹല്ലേലൂയ. എന്താ പറയുന്നത്? എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ വായ്പ വാങ്ങത്തില്ല. മോനെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പലയിടത്ത് നീ കൈ നീട്ടിയിട്ടുണ്ടാവും. ഹല്ലേലൂയ. കടമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റിൽ ഇപ്പോ പോലും ഹല്ലേലൂയ കടമായിട്ട് ചോദിച്ചിട്ട് ഞാനടക്കം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതേ ഞെരുക്കത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഇന്ന് രാത്രി വിളിച്ചു പറയുവാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. blessed be the name. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കടം കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വായ്പ നേടിക്കുന്നവനല്ല, കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. blessed be the name. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയാണ്. ഹല്ലേലൂയ. ഈ വായ്പക്ക് നീ വാങ്ങുകയാണ്. ഹല്ലേലൂയ. blessed be the name. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. blessed be the name. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 65:11. നമുക്ക് ഈ കൊല്ലം ചർച്ചയിൽ നമുക്ക് കിട്ടിയ ഒരു വാക്യമാണ്, കർത്താവിന്റെ ആത്മാവ് നൽകിയ വാക്യമാണ്. ഇതൊക്കെ ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. blessed be the name. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാക്യം 65:11. ഹല്ലേലൂയ. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നിന്റെ പാതകളെ പുഷ്ടി പൊഴിക്കുന്നു. നോക്കി, സംവത്സരത്തെ കർത്താവിന്റെ നന്മകളാൽ അലങ്കരിക്കാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ നന്മകൾ, ക്രിസ്തു യേശുവിനുള്ള നന്മകളാൽ നിന്റെ ജീവിതം അലങ്കരിക്കപ്പെടാൻ പോവാ.
നിന്റെ നീ സമത്സത്തെ നീ നന്മ കൊണ്ട് അനുഗ്രഹിക്കും. നിന്റെ പാതകളെ പുഷ്ടി പൊഴിക്കും. പുഷ്ടി പൊഴിക്കും. ഒരു വിഷയത്തിന്റെ അകത്ത് നീ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ വിഷയത്തിന്റെ അകത്ത് എനിക്ക് അതിന്റെ അകത്ത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. ഞാൻ എത്ര പരിശ്രമിച്ചാലും അത് സാധ്യമാവില്ല കർത്താവ്. പക്ഷേ ഹല്ലേലൂയ, അങ്ങ് എന്റെ മുന്നേ ഒന്ന് പോയാൽ കർത്താവേ, അല്ലെ ദാവീദ് പറയുന്ന പോലെ, കർത്താവിനെ ഞാൻ എന്റെ പുറകിലല്ല വെച്ചിരിക്കുന്നത്, ഞാൻ എന്റെ മുന്നിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മതിലിനെ ചാടി കിടക്കും. ഹല്ലേലൂയ. ഞാൻ ഈ പ്രശ്നത്തിൽ കടന്നു പോകും. അതുകൊണ്ട് ഈ മാസത്തിലുള്ള നിന്റെ പ്രാർത്ഥനകളിൽ നീ ഒരു കാര്യം ഉറപ്പിച്ചു, കർത്താവേ, ഏത് പ്രശ്നമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും കർത്താവ് വാതിൽ തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇനി ആ വാതിലിന്റെ അകത്ത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ തുറന്ന വാതിലിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന നന്മകൾ എന്റെ ജീവിതത്തിൽ ഞാൻ കാണേണ്ടതിന് യേശുവേ, അങ്ങ് തന്നെ എന്റെ ജീവിതത്തിന്റെ വഴിയെ നടക്കണമേ. എന്റെ പ്രാർത്ഥനകളിൽ, എന്റെ കൂട്ടായ്മയിൽ, എന്റെ വ്യക്തി ജീവിതത്തിനകത്ത് എന്ത് വിഷയമാണെങ്കിലും യേശുവിനെ മുന്നേ വെച്ചോണം. ഞാൻ കർത്താവിനെ പുറകിലല്ല വെച്ചിരിക്കുന്നത്. വാദോറാൻ ഞാൻ കർത്താവിനെ എന്റെ ജീവിതത്തിൽ പുറകിലല്ല വെച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ യേശു കർത്താവിനാണ്. ആദ്യത്തെ കാര്യം കർത്താവിനാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ കർത്താവിനും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 പാതകളെ നിരപ്പാക്കുന്നവൻ, പാതകളെ പുഷ്ടി പൊഴിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. യെശയ്യാപ്രവചനം 22:22. 22 ചാപ്റ്റർ അതിന്റെ 22 അല്ല. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേക്കാം. യെശയ്യാപ്രവചനം 22:22 വായിച്ചോണേ. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. 22:22. നിന്നെ മേയിക്കുന്നവരും വായിച്ചു. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ. ഓക്കേ, ചില വാതിലുകൾ വെറുതെ തുറക്കേണ്ട വാതിലുകളായിരുന്നില്ല, അതിനകത്തൊരു കീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചില വാതിലുകൾ നോക്കുമ്പോൾ എങ്ങനെയാ സിമ്പിൾ ആയിട്ട് തുറക്കാൻ പറ്റുന്ന വാതിലുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ചില ഹാർഡായിട്ടുള്ള വാതിലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അകത്തൊരു കീയുമുണ്ട്, അത് കൂട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കീയുമുണ്ട്. ഹല്ലേലൂയ. അതിലൂടെ പറയുവാണ്, ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് ആ ശക്തമായ വാതിലുകളുടെ താക്കോൽ ഇരിക്കുന്നത് എന്റെ യേശുവിന്റെ പക്കലാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശത്രുവായ അതേ താക്കോലിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ താക്കോലിൽ നിന്ന് യേശുവിലേക്ക് നോക്കിക്കേ. യേശു ആ താക്കോൽ പിടിച്ചിരിക്കുന്നത്. അതിന് പറയുന്ന ആ താക്കോൽ അവന്റെ തോളിൽ മേലിരിക്കും. എന്നിട്ടെന്താ? അവൻ തുറന്നാൽ ആരും അടക്കത്തില്ല. എന്റെ കർത്താവ് അത് താക്കോലിട്ട് തുറക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് അത് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരുത്തരും അടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. തുറന്നു പറ. കർത്താവ് തുറന്നിട്ടുണ്ടെങ്കിൽ ആർക്കും പിന്നെ അത് അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് അടച്ചാൽ അത് ആർക്കും തുറക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ചില ബന്ധങ്ങളുടെ ഇടയിൽ നിനക്ക് കർത്താവ് ചില വാതിലുകളെ കഴിഞ്ഞ നാളുകൾ അടച്ച് ഷട്ടറിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനാണ്. ചില ബന്ധങ്ങൾ ഇനി ആ ലോകത്തിലേക്ക് വേണ്ട കാരണം അറിയോ? നിന്റെ നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. ഹല്ലേലൂയ. നീ വിഷമിക്കണ്ടല്ലോ. നമുക്ക് സുഹൃത്തായിരുന്നു. ചില വാതിലുകൾ കർത്താവിനെ അടച്ചിടങ്ങിട്ടോ, ഒരുത്തം തുറക്കാനും പറ്റത്തില്ല.
അതുകൊണ്ട് ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചെതറി പോകുമ്പോൾ നമുക്ക് നിന്നാ കടന്നു പോകുന്നേ. നമ്മൾ ആരെ പിടിച്ചിരുത്താൻ നോക്കരുത്. ഹല്ലേലൂയ. ഒരാളെ പിടിച്ച് പ്ലേസ് ചെയ്ത് പോലെ കേട്ടോ, അയ്യോ പോലെ മറ്റേ പണ്ട് സിനിമ കേട്ടോ, അയ്യോ അച്ഛാ പോലെ എന്ന് പറയുന്ന പോലെ അല്ലേ? ആ പരിപാടിയല്ലോ എങ്ങനെയാ? ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ബന്ധങ്ങൾ ഹല്ലേലൂയ കർത്താവ് എപ്പോഴും ചേർത്തിരുത്തിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ ഇരിക്കുകയല്ല. അതുകൊണ്ട് ഞായറാഴ്ച തോറും ശനിയാഴ്ച കഴിഞ്ഞു, പിന്നെ അടുത്ത ആഴ്ച വന്ന ക്രൈസ്തവരോട് ഹാലൂയാണെങ്കിൽ എന്ന് പറയുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. ചിലരൊക്കെ വഴി വെച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് ടേൺ ചെയ്യും. വിശ്വാസത്തെ കണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മുഖം തിരിച്ച് നടക്കുന്ന അനുഭവം. കാരണം എന്താ? ഹല്ലേലൂയ. ആ ഒരു അനുഭവം അല്ല കർത്താവ് നിനക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എളിയവന് വേണ്ടി കരുതുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ അത് നിന്നിൽ ഇപ്പോഴേ ഉറവാണ്. കഴിയാതെ പറഞ്ഞതുപോലെ ചിലർ പറയില്ലേ, ഒരു 10 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 പേരെ സഹായിക്കാമെന്ന് പറയുന്നത് നടക്കത്തില്ല. ഇപ്പോഴത്തെ നിന്റെ ഇല്ലായ്മ തന്നെ നീ കരുതുന്നവനാണെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കുള്ളപ്പോഴും നീ കരുതിക്കോളും. അതിന് പ്രത്യേകം ടീച്ചിങ്ങിനോ ട്യൂഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഇട്ടിരിക്കുന്ന ആത്മീക ഫലങ്ങളിൽ നിനക്കത് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ സഹായിക്കാൻ എന്ന് പറയുന്നൊരു വരോ? ഹല്ലേലൂയ. കർത്താവിൽ നിന്നുള്ള വരമാണ്. സ്തോത്രം. വാക്യം വായിച്ചു. 22 വായിച്ചു. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അപ്പൊ നോക്കേ, എത്രയൊക്കെ പ്രശ്നത്തോടെ അടച്ചുപോയ വാതിലാണെങ്കിലും ഇപ്പൊ നീ ഒന്ന് കാണണം. ഈ 1-ാം തീയതി 8-ാം മാസത്തിനകത്ത് നീ അടഞ്ഞു പോയ വാതിലുകളുടെ താക്കോൽ ഇപ്പൊ ഇരിക്കുന്നത് എന്റെ യേശുവിന്റെ തോളിൽ. അവിടെ പറയുവാണ്, അവൻ അടച്ചത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് തുറന്നത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 4:2-3 വാക്യം വായിച്ചു. കൊലോസ്യ ലേഖനം 4:2-3 വാക്യം വായിച്ചേക്കാം. വായിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ. സ്തോത്രത്തോടെ അതിൽ നോക്കിയ പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ. പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുക്കുക, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക, അതായത് ശ്രദ്ധയുള്ളവരായിരിക്കുക. നമ്മൾ കേൾക്കുന്നു, നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഒരു രോഗിക്ക് രോഗസൗഖ്യമായിട്ട് ഫലിക്കുമെന്ന് വരണം പറയുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധയുള്ളതായിരിക്കണം, ജാഗരൂകമായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിച്ച വാക്യം അവിടെ പറയുവാണ്, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം. നോക്കിയേ, എനിക്ക് ബന്ധനകാരണമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ മർമ്മങ്ങളാണ്, അവർ പിശാചിന്റെ തന്ത്രങ്ങളല്ല. ഹല്ലേലൂയ. ചിലർ പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടിട്ട് ക്രിസ്തുവിന്റെ മർമ്മം ഉപേക്ഷിച്ചു. യേശു ക്രിസ്തുവിന്റെ ആത്മീക മർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന ജഡികമായ തത്വങ്ങളിൽ ജ്ഞാനത്തിലുമാണ്. അതാണ് പറയുന്നത്, ഇരുട്ടിന്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ കൂട്ടായ്മ കാണിക്കരുത്. അപ്പൊ ഇരുട്ടിന്റെ നിഷ്ഫലമായ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വൈശാഖ്യമാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികൾ. ദൈവമക്കളാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ടത് വെളിച്ചത്തിന്റെ പ്രവൃത്തിയാണ്. പ്രാർത്ഥനയെ കൂട്ടാതെ പാലിക്കുന്നുണ്ടെങ്കിൽ, വചനത്തിൽ ശ്രദ്ധ ജാഗരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ വെളിച്ചത്തിൽ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥനയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, എനിക്ക് ആരാധനയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത് കഴിഞ്ഞിട്ട് ബാക്കി പോകുള്ളൂ. ഈ ആരാധനയുള്ള ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഭയങ്കരമായിട്ട് ബിസിയാണ്. ഇതുവരെ ഇല്ലാത്ത കെയറിങ് നമ്മൾ പ്രത്യേകിച്ച് ചില വിഷയങ്ങൾ കൊടുക്കാൻ പോകും. കാരണം അറിയോ എന്തുകൊണ്ടാ? ജാഗരൂകരാവാൻ പറ്റുന്നില്ല. വചനം പറഞ്ഞു നോക്കി, പ്രാർത്ഥനയിൽ എങ്ങനെ പറയുന്നതായ
സ്തോത്രത്തോടെ ജാഗ്രത. അല്ലല്ല, അതിന് ഉന്നത വാക്യം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എന്താ ഉറ്റിരിക്കുക പറഞ്ഞു? സ്ഥിരപ്പെടുക, സ്ഥിരത കാണിക്കുക. വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല, പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹല്ലേലൂയ ടൈം പാസ് അല്ല. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എന്നിട്ട് പറയുവാണ് സ്തോത്രത്തോടെ അല്ലെ ജാഗരിപ്പിൻ. സ്തോത്രത്തോടെ അതിൽ ജാഗ്രത. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വചനത്തിന്റെ വാദിത്വം ഒരുക്കി. ഞങ്ങൾക്ക് വചനത്തിന്റെ വാദിത്വം ഒരുക്കി. ഞങ്ങൾക്ക് വചനത്തിന്റെ എന്താ ഉണ്ടല്ലോ ഒച്ചത്തിൽ പറഞ്ഞെല്ലാരും. വചനത്തിന്റെ വാതിൽ. ഓക്കെ, ആഴ്ച തോറും നിങ്ങൾക്ക് കർത്താവ് വചനം തന്നുകൊണ്ടിരിക്കുന്നത് അറിയോ? ആ വാതിൽ ഇതുവരെ അടഞ്ഞു പോയിട്ടില്ല. പല വാതിലുകൾ നിങ്ങൾക്കെതിരായിട്ട് മുടങ്ങിപ്പോയിട്ട് അടഞ്ഞു പോയിട്ടും പിശാചിന് ഈ വാതിൽ തൊടാൻ പറ്റിയിട്ടില്ല. ആ വാതിൽ അടഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. ദൈവം നിങ്ങൾക്ക് വേണ്ടി നേരത്തെ തുറന്നു വെച്ചിരിക്കുക. നിങ്ങൾ രോഗത്തിൽ കൂടി പോയാലും, ക്ഷീണത്തിൽ കൂടി പോയാലും, ക്ഷാമത്തിൽ കൂടി പോയാലും, ഏത് പ്രശ്നത്തിൽ കൂടി പോയാലും വചനത്തിന്റെ വാതിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നത് നീ മറക്കരുത്. ഹല്ലേലൂയ. അവിടെ നോക്കിയേ, അപ്പൊ അങ്ങനെ ഒരു വാതിലുണ്ട് അല്ലേ? എന്നതിന്റെ വാതിൽ? വചനത്തിന്റെ വാതിൽ. എങ്ങനെ ഇരിക്കുന്ന വാതിൽ? തുറന്നു തരികയും സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ? പ്രസ്താവിപ്പാൻ തക്കവണ്ണം. ഓക്കെ, സുവിശേഷിപ്പാൻ തക്കവണ്ണം എനിക്ക് അല്ലെ ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയാണ്. അപ്പൊ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ? ആ വാതിൽ എപ്പോഴും തുറന്നിരിക്കണം. നിങ്ങൾ ഓക്കെ, ആ വാതിലൊക്കെ എവിടെയാ കർത്താവ് വെച്ചിരിക്കുന്നത്? പിടികിട്ടിക്കാണ്. മനസ്സിലായ കർത്താവ് മാത്രം കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് വെച്ചിരിക്കുന്ന വാതിൽ അവിടെ കണ്ടോ? കർത്താവേ, ആ വാതിൽ അടഞ്ഞു പോയിട്ടില്ല, ആ ശബ്ദം നിലച്ചിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങളിലേക്കുള്ള വചനത്തിന്റെ വാതിൽ അവരിലൂടെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നത്. അത് ദൈവം അടച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വചനം കിട്ടാതിരുന്നിട്ടുണ്ടോ? ദൈവമക്കളെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയ സമയങ്ങളുണ്ട് അല്ലെ? വചനം കേട്ടൊരു കർത്താവ് അതിൽ അടച്ചിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. മൂന്നാമത്തെ ഒന്ന് വായിച്ചു. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും. ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. ആമേൻ പറയാവോ? ഹല്ലേലൂയ. സങ്കീർത്തനം 24:7 വാക്യം വായിച്ചു. സങ്കീർത്തനം 24:7 വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. ഓക്കെ, ഇവിടെ പറയുകയാണ് വാതിലുകളെ നിങ്ങളുടെ. ഓക്കെ, വാതിലുകൾ എത്ര വാതിലുണ്ടോ? എന്റെ ജീവിതത്തിൽ എത്ര വാതിലുകളൊക്കെ എന്റെ മുന്നിൽ കൊട്ടി അടച്ചിട്ടുണ്ടോ? അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ലോകസൗഖ്യമായിക്കോട്ടെ, എന്റെ കുടുംബജീവിതം ആയിക്കോട്ടെ, എന്റെ ബന്ധങ്ങളും പണിതെടുക്കുന്നതായിക്കോട്ടെ, എന്റെ ആത്മീയ ജീവിതമായിക്കോട്ടെ, എന്റെ പ്രാർത്ഥന ലൈഫായിക്കോട്ടെ. ഹല്ലേലൂയ. എത്ര വാതിലുണ്ടെങ്കിലും, എത്ര വാതിലുണ്ടെങ്കിലും, എത്ര വാതിലുണ്ടെങ്കിലും എങ്ങനെയാ പറ? എത്ര വാതിലുണ്ടെങ്കിലും എന്താ? 7. വാതിലുകളെ നിങ്ങളുടെ തലകളെ ആ വാതിലുകളെ നിങ്ങൾക്കൊരു തലയുണ്ട്. ആ തലയുടെ ഉയർത്തി നോക്കിക്കേ. അടഞ്ഞുപോയ വാതിലാണോ? കഴിഞ്ഞ നാളിൽ അടഞ്ഞുപോയ വാതിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ? ഇപ്പോ ആ വാതിലുകൾക്ക്
സ്വാഗതം മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ. ഓരോ വാതിലുകളോട് വിളിച്ചു പറയുവാണ്, തലകളെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ യോഗ്യനായ യേശു അതേ വാതിലുകളിലൂടെ കടന്നു വരുവാണ്. ഹല്ലേലൂയ. വാതിലുകളെ ഹല്ലേലൂയ തുറക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. എന്നെ മഹത്വത്തിന്റെ രാജാവ്, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോണേ, വാക്യം വായിച്ചേ. 7-8. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കതവുകളെ ഉയർത്തുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് വീരമായ വീരനായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. യുദ്ധവീരനായ യഹോവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് അടച്ചാൽ പിന്നെ അത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് തുറന്നു തന്ന വാതിലുകളെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അതിന്റെ കീ തോളിൽ വെച്ചിട്ട് കർത്താവ് ഹല്ലേലൂയ അത് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്ന രാത്രിയാണ്. ഈ 1-ാം മാസത്തിലെ 1-ാം തീയതി 8-ാം മാസത്തിന്റെ അകത്ത് ഹല്ലേലൂയ ആ തുറന്നിരിക്കുന്ന വാതിലുകളിലേക്ക് ഹല്ലേലൂയ നീ നിന്റെ കണ്ണുകളെ ഉയർത്തിയാടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിൽ കൂടെ കടക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നോക്കുന്നത് കർത്താവിലേക്ക് കടക്കുന്നവനാണ്. ഹല്ലേലൂയ. മറ്റു വാതിലുകൾ അന്വേഷിച്ചു പോകുന്നവനല്ല. ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എൻ്റെ ജീവിതത്തിൽ അവന്റെ മഹത്വം എടുക്കും. ഞാൻ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ കരം പിടിച്ചുയർത്തും. എൻ്റെ ഞെരുക്കങ്ങളിൽ എനിക്ക് തുണയായിത്തീരും. എൻ്റെ രോഗങ്ങളിൽ എനിക്ക് ആശ്വാസകനായിത്തീരും. അവൻ എൻ്റെ ഗിലയാദിൻ വൈദ്യൻ. ഇന്ന് എന്നെ നയിക്കുന്നവൻ, എന്നെ ബലപ്പെടുത്തുന്നവൻ, എനിക്കായി തുറന്നിരിക്കുന്ന വാതിലുകളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, നാളുകളിലേക്ക് എനിക്കായി ഞങ്ങളുടെ കുടുംബത്തിനായി കരുതുന്ന കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ വാതിലുകളെ ഈ സമയം അവിടുന്ന് തുറന്ന് ശക്തിയോടെ ഉറപ്പിക്കുന്നതിനായി നന്ദി പറഞ്ഞു. കർത്താവേ, ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ തകർത്ത് കർത്താവേ, ഹല്ലേലൂയ മഹത്വത്തിന്റെ രാജാവായ യേശുവേ അവിടുന്ന് പ്രവേശിക്കുന്നതിനായി സ്തോത്രം ചെയ്തു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ കരങ്ങൾ ഉയർത്തി കർത്താവേ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വി വർഷിപ്പ് യു ജീസസ്. Hallelujah, hallelujah. Thank you, Lord. We worship you, Jesus. Hallelujah. Oh, hallelujah. Stop, hallelujah. Our director, the Lord, hallelujah. Thank you, Lord. Jesus. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Lord. Hallelujah. We worship Jesus. Hallelujah. Yeshua, hallelujah. Oh, we worship you, Lord. We worship you, hallelujah. Oh, we worship you, Lord. Hallelujah. Jesus. Hallelujah. 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 മനസ്സുള്ള കർത്താവിലേക്ക് കുറിച്ചുകൊണ്ട് തുറന്ന വാതിലിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. യേശുവാകുന്ന വാതിൽ നിന്റെ ജീവിതത്തിലേക്ക് തുറന്നതിനാണ് സർവനന്മകളും സർവാരാധനയും എല്ലാം കർത്താവിലേക്ക് അതേ വാതിലിലൂടെ കടന്നു പോകട്ടെ. നിന്റെ ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം കർത്താവിലേക്ക് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. നിന്റെ ഹൃദയം അറിയുന്ന കർത്താവ്, നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ ഹൃദയം മനസ്സ് നാവും എല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചാട്ടെ. നിന്റെ നാവുകളാൽ ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞ കർത്താവായ യേശുവേ, ഈ സമയം എനിക്കായി അവിടുന്ന് തുറന്ന വാതിലിനായി
ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി അവിടുന്ന് നിലകൊള്ളുന്നതിനായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് സന്ദർശിച്ച പാപസമ്മതമായ ഏതെങ്കിലും തലത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം അതെല്ലാം എന്നിൽ നിന്ന് നീക്കണമേ. പാപസമ്മതമായ കെട്ടുകളെ എന്നിൽ നിന്ന് അഴിക്കണമേ. രോഗസംബന്ധമായി പൈശാചിക തന്ത്രങ്ങളിൽ കർത്താവെ ഞാൻ എവിടെയെങ്കിലും എൻ്റെ വാക്കുകളാലോ പ്രവൃത്തികളാലോ വീണു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പിഴവുകളെ, എൻ്റെ സകല പാപവും പോക്കി അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവേ, ഞാൻ അവിടുത്തെ മുഖത്തേക്ക് വിശ്വാസത്താൽ നോക്കുവാണ്. എനിക്കായി അവിടുന്ന് തുറന്ന വാതിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടത്. കർത്താവെ, അവിടെ തന്നെ ഈ 1-ാം തീയതി 8-ാം മാസത്തിൽ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലുകൾ കർത്താവെ എന്നേക്കുമായി അവിടുന്ന് തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി കർത്താവെ അത് അവിടുന്ന് അടയ്ക്കാതെ അതിനെ അടയുകില്ല കർത്താവെ. അവിടുന്ന് അടയ്ക്കാതെ കർത്താവെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ ഇനി ഒരു വാതിലും പൊട്ടി അടയുകയല്ല കർത്താവെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുവരെ കാണാത്ത അഭിഷേകത്തിന്റെ പുഷ്ടി എൻ്റെ മേൽ അയക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവേ, ഞാൻ ലോകത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ സമ്പന്നെ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, അവിടുന്ന് മാത്രമാണ് എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും എൻ്റെ ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. മക്കളുടെ പ്രാർത്ഥന കേട്ടതായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, സമയം കർത്താവിന്റെ പതിവുപോലെ തന്നെ കർത്താവേ ഹല്ലേലൂയ സന്നിധിയിലേക്ക് കടന്നുവരുവാണ്. കർത്താവേ, സമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഈ ബോക്സിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന ഓരോ കടബാധിത കുറിപ്പുകളുടെ മേൽ കർത്താവേ വരുന്ന ദിവസങ്ങളിൽ മാസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ കടബാധകളെ നീക്കി ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനാൽ കർത്താവെ ഞങ്ങളെ വിടുവിച്ച് കരുതി കർത്താവെ അതേ കുറിപ്പിന്റെ താഴെ യേശു ഞങ്ങളെ വിടുവിച്ചു. യേശുവിന്റെ കടബാധകളെ നീക്കി എന്ന് എഴുതി വെക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അത്ഭുത കർത്താവെ അവിടുന്ന് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ഉറപ്പിക്കേണ്ടത് കർത്താവെ അവിടുത്തെ കരം പ്രവർത്തിക്കുന്നതായി സ്തോത്രം ചെയ്തു. പ്രവർത്തിയെ അവിടുത്തെ ചെയ്യുന്നതായി സ്തോത്രം ചെയ്തു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക.